ഹായ് എവരി വൺ, വെൽക്കം ടു മജസ് ഫുഡ് ടെക്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ്. ഇവിടെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ തൈര്, ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കാം. ഇനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ചിക്കൻ മൂടി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു 1/4 ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 സവാള, 2 തക്കാളി, 2 പച്ചമുളക്. സവാള നൈസായി കട്ട് ചെയ്യുക. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞങ്ങളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴച്ച് ഇവിടെ തക്കാളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി സവാള കുറച്ച് വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക. മസാലപ്പൊടികൾ ആവശ്യമായിട്ടുള്ളത് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായി വഴറ്റുക. മസാലപ്പൊടികൾ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് അടച്ചു വെക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെക്കുക.
ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.